വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട നാലാമത്തെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് അവസാനം വരെ ഒന്ന് കാണാനും ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 23 വയസ്സാണ്. അതായത് കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 23 വയസ്സാണ്. 23 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കാണുന്ന പ്രസ്താവനകളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയേത്? അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ജനുവരി 30-ന് കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. ശരിയാണ്. ജനുവരി 30-ന്റെ പ്രത്യേകത ഏതാണ്? ഗാന്ധി അനുസ്മരണ ദിനം അഥവാ ഗാന്ധി രക്തസാക്ഷി ദിനമാണ് ജനുവരി 30. അതുകൊണ്ട് അന്ന് ആ ദിവസം, അതായത് ഇന്നലെ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അതാണ് ആൻസർ കേട്ടോ. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7-ന് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മുടെ ഡ്രൈ ഡേയ്സിന്റെ കൂട്ടത്തിൽ, അതായത് അടഞ്ഞു കിടക്കേണ്ട കൂട്ടത്തില്, മദ്യശാലകൾ അടഞ്ഞു കിടക്കേണ്ട ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏപ്രിൽ 7 വരുന്നില്ല. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടക്കണം. അതും ശരിയാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതൊക്കെയാണ്? 1, 3, 4 ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നിവ മാത്രമാണ് ഇവിടെ ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് കുറെ മദ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് കേരളത്തിലെ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ശരി ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ശരിയായിട്ടുള്ളത് നോക്കാം. കള്ള് 2.5 ലിറ്റർ ആണോ കേരളത്തിലെ ഒരു വ്യക്തിക്ക് പരമാവധി സൂക്ഷിക്കാവുന്ന പരമാവധി അളവ്? അല്ലല്ലോ, 2.5 ലിറ്റർ അല്ല. പിന്നെ എത്രയാണ്? 1.5 ലിറ്റർ ആണ് ഒരു വ്യക്തിക്ക് കേരളത്തിൽ സൂക്ഷിക്കാവുന്ന അളവ് കേട്ടോ. കള്ള് 1.5 ലിറ്റർ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ നോക്കാം. IMFL, അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് IMFL എന്ന് പറയുന്നത്. IMFL ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ് 3 ലിറ്റർ. അത് ശരിയാണ്. 3 ലിറ്റർ ആണ് ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ്. ഇനി അടുത്തത് ബിയർ 3.5 ലിറ്റർ ആണ് ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന അളവ്. അത് ശരിയാണ് കേട്ടോ. ബിയർ 3.5 ലിറ്റർ ആണ്. ഇനി വൈൻ 7.8 ലിറ്റർ ആണോ? അത് തെറ്റല്ലേ. 7.8 ലിറ്റർ അല്ല. വൈനും 3.5 ലിറ്റർ ആണ്. അപ്പം ബിയറും വൈനും 3.5 ലിറ്റർ ആണ് ഒരു വ്യക്തിക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്ന പരമാവധി അളവ്. അടുത്തത് FMFL, അതായത് ഫോറിൻ മെയ്ഡ് ഇതാണ് കേട്ടോ. അതായത് വിദേശ നിർമ്മിത വിദേശ മദ്യമാണ്. FMFL കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ് 3.5 ലിറ്റർ ആണോ? അത് തെറ്റാണ്. പിന്നെ എത്രയാണ്? 2.5 ലിറ്റർ ആണ് കേട്ടോ. അപ്പൊ വിദേശ നിർമ്മിത വിദേശ മദ്യം ഒരു വ്യക്തിക്ക് കേരളത്തിൽ സൂക്ഷിക്കാവുന്ന അളവ് എത്രയാണ്? 2.25 ലിറ്റർ ആണ്. അതുപോലെ തന്നെ കോക്കോ ബ്രാൻഡി 1.5 ലിറ്റർ ആണോ? തെറ്റാണ്. കോക്കോ ബ്രാൻഡി 1 ലിറ്റർ ആണ് കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3 മാത്രമാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം തെറ്റാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി ശരിയായിട്ടുള്ളത് നമുക്ക് പറഞ്ഞു പോകാം. കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവില് കള്ള് 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അതായത് IMFL 3 ലിറ്റർ, അതുപോലെ തന്നെ ബിയറും വൈനും 3.5 ലിറ്ററും, FMFL അതായത് വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്ററും, കൊക്കോ ബ്രാൻഡി 1 ലിറ്ററുമാണ് കയ്യിൽ സൂക്ഷിക്കാവുന്ന അളവുകൾ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ കുറയാത്ത പിഴയിൽ ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1997 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും
10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1997 ആണ്. അടുത്ത ചോദ്യം, NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം ഓർ പ്രദേശങ്ങൾ ഏതാണ്? നമുക്കറിയാം NDPS ആക്ട് 1985 എന്നാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ നിയമം ബാധകമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ നിയമം ബാധകമാണ്. അടുത്ത ചോദ്യം, രണ്ട് കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണെന്നുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അപ്പൊ 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ്? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് വരുന്നത്. ഇത് ഉൾപ്പെടുന്ന സെക്ഷൻ 20 ആണ്. അതായത് കഞ്ചാവ് ചെടികളുടെ നട്ടുവളർത്തൽ, അതുപോലെ തന്നെ വിൽപ്പന, വിതരണം, ഇതെല്ലാം ഉൾപ്പെടുന്ന NDPSന്റെ സെക്ഷനാണ് സെക്ഷൻ 20 കേട്ടോ. അടുത്ത ചോദ്യം, മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3OH ആണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുലയാണ് CH3OH. അതുപോലെ തന്നെ C2H5OH ആണ് ഈഥൈൽ ആൽക്കഹോൾ കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം. C2H5OH ആണ് ഈഥൈൽ ആൽക്കഹോൾ. അപ്പൊ മീഥൈൽ ആൽക്കഹോളിന്റെ CH3OH ഈഥൈൽ ആൽക്കഹോളാണ് C2H5OH. അടുത്ത ചോദ്യം, കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് ഇവിടെ? ആൻസർ വരുന്നത് 37.5 ആണ് വരുന്നത് കേട്ടോ. 37.5 ആണ് വരുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കാര്യങ്ങളൊക്കെ അറിയാലോ. പ്രൂഫ് ലിറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ബൾക്ക് ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് 50 ലിറ്റർ ആണ് കേട്ടോ. ബൾക്ക് ലിറ്റർ ഇൻറ്റു പ്രൂഫ് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ 100 ആണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പം നമുക്കറിയാം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ സാധാരണ വീര്യം, അതായത് പ്രൂഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 75 ഡിഗ്രിയാണ് വരുന്നത്. 75 ഡിഗ്രിയാണ്. അതായത് 50 ഇൻറ്റു ആ ഫോർമുല അറിഞ്ഞിരിക്കണം. 50 ഇൻറ്റു 75/100 ആണ്. 50 ഇൻറ്റു 75/100 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 37.5 ആണ് കേട്ടോ. 37.5 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 37.5 ആണ് വരുന്നത്. അപ്പോൾ ആ ഫോർമുല എന്നിരുന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. പ്രൂഫ് ലിറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ബൾക്ക് ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുമതിയുള്ള ഈ തന്നിരിക്കുന്ന ലിറ്ററാണ് അനുമതിയുള്ള ലിറ്റർ. എത്ര വിദേശ മദ്യം എന്നുള്ളത് ലിറ്റർ ആണ്. അതാണ് ബൾക്ക് ലിറ്റർ എന്ന് പറഞ്ഞാൽ. ബൾക്ക് ലിറ്റർ ഇൻറ്റു പ്രൂഫ് സ്ട്രെങ്ത് ബൈ 100 ആണ്. അപ്പോൾ പ്രൂഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ പ്രൂഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 75 ഡിഗ്രി പ്രൂഫ് ആണ് വരുന്നത്. അത് അപ്പോൾ 50 ഇൻറ്റു 75/100 എന്ന് പറയുമ്പോൾ 37.5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 50 ലിറ്റർ മദ്യത്തിൽ 75% വീര്യം കണക്കാക്കുമ്പോൾ 37.5 പ്രൂഫ് ലിറ്റർ ലഭിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? അപ്പൊ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് കേട്ടോ. അപ്പൊ എന്താണ്? ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്? 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ശരിയല്ലാത്ത ഏതെന്നാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം. തെറ്റല്ലേ? അന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിവസം എന്താണ് മദ്യഷോപ്പുകൾ വിദേശ മദ്യഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഏതാണ്?
അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം എന്താണ് വിദേശ മദ്യഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് ചോദിച്ചെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാം, അത് തെറ്റായിട്ടാണ് കേട്ടോ. ഗാന്ധി ജയന്തി കടന്ന് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ ഒക്ടോബർ 2-ന്? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ശരിയല്ലാത്ത പ്രസ്താവനകൾ. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനകളായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ടുള്ള, അതായത് ഇനി നമുക്ക് നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിലോട്ട് വരുന്നത്. അതായത് ബിവറേജ് LDC, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാന് തുടങ്ങി നിരവധി പരീക്ഷകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കായിട്ടൊക്കെ വേണ്ടിയുള്ള ഒരു കറണ്ട് അഫയേഴ്സ്, നമ്മൾ 6 മാസത്തെ ലെങ്തിലുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടെലഗ്രാമിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ക്ലാസ്സസ് വരുന്നത്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണ് വരുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എടുക്കുന്ന ക്ലാസ്സിന്റെ എല്ലാ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഇതിന് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ ഞാനപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ബാച്ചാണ്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോട് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിലോട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഈ 10ഉം 20ഉം മാർക്കൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. നമുക്കറിയാം ഒരു 10ഉം 20 മാർക്കൊക്കെ ഫുൾ കംപ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റാങ്ക് നില മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബാച്ചാണ്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു ബാച്ചാണ്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എത്രയാണ്? FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് എത്രയാണ്? രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പം നമ്മൾ ഈ പഠിച്ചതാണ് ലൈസൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പം FL3 ലൈസൻസ് നമ്മൾ പഠിച്ചതാണ്. FL3 ലൈസൻസ് ആണ്. അപ്പോൾ FL3 ലൈസൻസ് ആർക്കാണ് ബാധകമായിട്ട് വരുന്നത്? ഹോട്ടലുകൾക്കും ബാറുകൾക്കും ഉള്ള ലൈസൻസ് ആണ് കേട്ടോ. ഹോട്ടലുകൾക്കും ബാറുകൾക്കും ഉള്ള ലൈസൻസ് ആണ് നമ്മൾ FL3 ലൈസൻസ് വെച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചോടെ ഹോട്ടലുകളും ബാറുകളും ഒക്കെ രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ് അവരുടെ പ്രവർത്തന സമയമായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ. FL1 ലൈസൻസ് പ്രകാരം FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ അളവ് എത്രയാണ്? വിദേശ മദ്യത്തിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അളവ് എത്രയാണ്? ഓപ്ഷൻ ഡി 180 മില്ലി ആണ് കേട്ടോ. 180 മില്ലി ആണ്. അപ്പോൾ FL1. അപ്പോൾ FL1 ലൈസൻസ് എന്താണ്? നമ്മൾ പഠിച്ചതാണ്. FL1 ലൈസൻസ് എന്ന് പറയുന്നത് ബെവ്കോ, കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്, അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനിലെ നമ്മൾ ബിവറേജിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. FL1 ലൈസൻസ് പറഞ്ഞാൽ ബിവറേജ്, അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്, കോപ്പറേറ്റീവ് അതായത് കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് എന്നിവയിലൊക്കെയുള്ള മദ്യവിൽപ്പനശാലകളില്ലേ FL1 മദ്യവിൽപ്പനശാലകളിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവാണ് വെച്ചിരിക്കുന്നത്. 180 മില്ലി ആണ് കേട്ടോ. 180 മില്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഏത് പ്രസ്താവന ആണെന്നാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം.
നമുക്ക് നോക്കാം ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുവാൻ പാടില്ല. തെറ്റല്ലേ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതുപോലെ തന്നെ 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും എന്താണ് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല എന്നാണ് പറയുന്നത്. അതും രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ ഏതൊക്കെയാണ് വരുന്നത്. ആൻസർ വരുന്നത് ഒരു മിനിറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 30 മുറികളുള്ളതാണ്. ഓപ്ഷൻ ബി 30 മുറികളാണ്. 30 മുറികളുള്ളതാണ്. പഠിച്ചു വെച്ചോളൂ. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത് ഈ കോട്ട്പ നിയമപ്രകാരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? നമ്മൾ പഠിച്ചാണ്. 85%. 85% പുറത്ത് എന്ന് കാണിച്ചിരിക്കണം. അപ്പൊ എന്താണ് അപ്പം പറഞ്ഞത്? സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാന ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 85% ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിമുക്തിയാണ്. വിമുക്തി മിഷനാണ്. ഓപ്ഷൻ സി വിമുക്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജൂൺ 26 2021 അതായത് ജൂൺ 26 എന്തെന്ന് നമുക്കറിയാലോ. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജൂൺ 26 എന്ന് പറയുന്നത് നമുക്കറിയാം അന്താരാഷ്ട്ര ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതിന്റെ 2021 തീമാണ് ചോദിച്ചത്. ഇതിപ്പം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, നമ്മൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് 2025 ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 പ്രമേയം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റംസ് ആണ്. അപ്പൊ 2025 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? തീം എന്താണ്? പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ജസ്റ്റിസ് സിസ്റ്റംസ് എന്നാണ് അതിന്റെ തീം വരുന്നത്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനയാണ് ആർട്ടിക്കിൾ 47 ബന്ധപ്പെട്ട്. നമുക്ക് നോക്കാം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. ശരിയാണ്. അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെ ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കുകയില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കുക. അത് ശരിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? 1, 3 ഇവിടെ ശരി. അപ്പോൾ 98 ഓപ്ഷൻ ഡി. 1, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം IT ആക്ട് സെക്ഷൻ 43A പ്രകാരം എന്താണ്? ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിലൊക്കെ അല്ലേ, നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരമാണ്. അപ്പൊ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ ആരൊക്കെയാണ്? അപ്പൊ ഇതിനകത്ത് വരുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ്. അതായത് കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി എന്നിവരെല്ലാം നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓപ്ഷൻ ഡി 1, 2, 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ
ശിക്ഷയാണ്. അതായത് ഒരു വ്യക്തി IT ആക്ട് സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 43 പ്രകാരം ശരിയായിട്ടുള്ള ശിക്ഷ എന്താണ്? ശരിയായിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞേ എന്താണ്? ശരിയായിട്ടുള്ള ശിക്ഷ എന്താണെന്നുള്ളതെന്ന് സെക്ഷൻ 43 പ്രകാരം ശരിയായിട്ടുള്ള ശിക്ഷ എന്താണ്? ഒരു മിനിറ്റ് നോക്കട്ടെ. IT ആക്ട് സെക്ഷൻ 43 പ്രകാരം ശരിയായിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ അതിനകത്ത് സെക്ഷൻ 43 പ്രകാരം 43A പ്രകാരം നഷ്ടപരിഹാരത്തിനനുസരിച്ചാണ് പിഴയും കൊടുക്കുന്നത്, അതിനുള്ള തടവ് ശിക്ഷയും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ല ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നാണ് വരുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രീവിയസ് ഇയർ റിവിഷൻ ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടും അതുപോലെ തന്നെ ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ. അപ്പം മാക്സിമം ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ്. ഈ 7ാം തീയതി പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവുന്ന ക്ലാസ്സസ് നമ്മൾ ഇടുന്നതാണ്. മാക്സിമം നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.